കുഞ്ഞു കൊഞ്ചലിന്റെ ചിങ്കാര ചന്തം വിരിഞ്ഞ സർഗസന്ധ്യയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. കോഴിക്കോടിന്റെ അഭിമാനമായി പാട്ടിന്റെ പൂക്കാലത്തിലേക്ക് പറന്നു കയറി വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീധർഷ് എത്തുന്നു. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖം. മോനെ നല്ല കോസ്റ്റ്യൂം, നല്ല രസമുണ്ട് മക്കളെ. സാർ. ഇപ്പൊ മോനെ കണ്ടിട്ട് ഒരു മോഹൻലാലിന്റെ ലുക്കുണ്ട്. അവന് നാണമായി. അവ ഒരു ചരിവ് വന്നു. അതെ, ലാലേട്ടൻ നിക്കണ പോലെ നിന്ന് നോക്കട്ടെ. പെട്ടെന്ന് ശ്രീധർഷ് ഇങ്ങനെ അതെ അതെ അതെ. പക്ഷെ എനിക്കൊരു പൃഥ്വിരാജ് എവിടെയോ ഇങ്ങനെ ഒരു മിന്നിലാണ്. ഇഷ്ടം അങ്ങനെ പറയുന്നത്. അത് സന്തോഷം. എനിക്കെന്തോ പൃഥ്വിരാജ് അടുത്ത് നിക്കല്ലേ. എനിക്കെന്തോ ദുൽഖറിന്റെ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് അജിത്തിനെ പോലെ തോന്നുന്നു. അജിത്ത് അരച്ചിട്ടാ മോനെ തലയാടാ അത്. അങ്ങനെ പറഞ്ഞാൽ മധുച്ചേട്ടന് ഫീൽ ചെയ്യട്ടോ. കാരണം മധുച്ചേട്ടൻ തമിഴ്നാട്ടിലൊക്കെ ഒരു സമയത്ത് തല മധു എന്നാണ് മധു ബാലകൃഷ്ണൻ മാറ്റി മധു തല മുതുതല എന്നൊക്കെ സത്യം പറയട്ടെ മോനെ, ഏതാ പാടുന്നേ? പാരിജാതം തിരുമണി തുറന്നു. പിന്നെ പറ ഡീറ്റെയിൽസ്. സിനിമ പറ ആദ്യം. തോക്കുകൾ കഥ പറയുന്നു. മ്യൂസിക് ദേവരാജ മാസ്റ്റർ. ആണോ? ഷുവറാണോ? ഷുവർ. മക്കളെ പാടാം നമുക്ക്. ഓക്കെ. നല്ല പാട്ടാണ്. താങ്ക് യു സാർ. ഇതിനൊരു കഥയുണ്ട്, അത് പിന്നെ പറയാം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു സാർ. All the best. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി മൂടൽ മഞ്ഞ മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വരയിൽ നിത്യകാമുകി നിത്യകാമുകി നിൽപ്പു ഞാനീ നിശാനി കുഞ്ചത്തിനരികിൽ എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ ഏകാന്ത ജാലകം തുറക്കൂ പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രം
മോനെ ശ്രീധർ സിംഗ് സാർ നന്നായിരുന്നു മോനെ. താങ്ക് യു സാർ. നല്ല രസമുള്ളൊരു പാട്ടാണ്. 1964 ഈ പാട്ട് റിലീസാവുന്നത്. പടം റിലീസാവുന്നതും അതിന് മുമ്പേ റെക്കോർഡ് ചെയ്തതാണ്. എന്തായാലും ഒരു വർഷം മുമ്പെങ്കിലും പണ്ടത്തെ കാലത്ത് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പാട്ടിന് പ്രാധാന്യം നൽകി കൃത്യമായിട്ട് ചെയ്ത ഒരു കാലഘട്ടത്തിലുള്ള ഒരു പാട്ടാണ്. ഉഗ്രം പാട്ടാണ്. കാരണം അന്നത്തെ ശബ്ദം ദാസേട്ടൻ്റെ എന്ന് പറയുമ്പോൾ 67, 68, 66 ഒക്കെ എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് ടോണാണ്. കാരണം ഓരോ പ്രായം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടോൺ മാറി വരും. ഇപ്പോഴും സുഖമാണ് എങ്കിലും അത് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്. അപ്പോൾ ആ ശബ്ദം ഇങ്ങനെ ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. അത് എത്ര സ്വീറ്റായിട്ടാണെന്നറിയ പറയുന്നത്. മോന് ഈ പവിഴമുന്തിരി കുറച്ച് നീട്ടിപ്പിടിച്ചോ എന്നൊരു സംശയം. മുന്തിരിക്ക് വല്ലാത്ത നീളം ഉണ്ടായിരുന്നു. ആ മുന്തിരി നീണ്ട മുന്തിരിങ്ങയായിരുന്നത്. പവിഴമുന്തിരി അത്രേ ഉള്ളൂ. പാടിക്കേ. പവിഴമുന്തിരി പൂത്തു ഇപ്പൊ ഓക്കെ വിടർന്നു. നേരത്തെ അങ്ങനെയല്ല പാടിയത്. പിന്നെ 2 സ്ഥലം അതറിയാമല്ലോ. നിത്യകാമുകി ഇഷ്ടപ്പെട്ടില്ലല്ലേ? കാമുകിയെ വേണ്ട. കൂടുതൽ വിശ്വമോഹിനി. ആ പിന്നെ വിശ്വമോഹിനി അറിയാം. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാമുകിയല്ല, മോഹിനിയാ ഇഷ്ടം. അല്ലെന്ന് അല്ല പിന്നെ ഈ 2 സ്ഥലത്തോ പോയെന്ന് ശരി. നമ്മൾ പറയേണ്ട കാര്യമില്ല ഇനി. അവനറിയാം. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല വിശ്വമോഹിനിയ. ആണോ? എനിക്ക് ഇഷ്ടമില്ലാത്തതിന്. അല്ല പാടിയത്. ഞാൻ പാടിയപ്പോ അവന് മായാമോഹിനിയെ ഇഷ്ടമെന്ന്. റിയലി? മക്കളെ ചക്കരെ, എന്തോ സാർ? മക്കളെ നീ എല്ലാം കൃത്യമായിട്ട് പാടി. ഈ പല്ലവിയുടെ എൻഡിൽ ഒരു സംഗതി പാടിയില്ലേ? ഏതാണ്? നീ മാത്രമെന്തി. ഇത് ഒറിജിനല്. പക്ഷെ മോൻ ഒരു ചെറിയ ബൃഹായും കൂടെ ഇട്ട് ഒരെണ്ണം പാടി. അത് കൊള്ളായിരുന്നടാ. അതെനിക്ക് ഇഷ്ടമായി. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. ഞാൻ പോലും അറിഞ്ഞില്ല. അത് തന്നെ. അല്ല, അറിഞ്ഞില്ല. പക്ഷെ അതാണ് നാച്ചുറൽ ആയിട്ട് വരുന്നത്. കേട്ടോ മക്കളെ? രസമായിരുന്നു കേൾക്കാൻ. രസമായിരുന്നു മക്കളെ മൂടൽ മഞ്ഞ് അതല്ലേ? അത് കൃത്യമായിട്ട് തുടങ്ങണം. തുടക്കം നടന്നായിപ്പോയി. കുഴപ്പമില്ല മോനെ. പിന്നെ നിൽപ്പു അത് മോനെ മുകളിൽ പറ്റുന്നില്ലല്ലേ? മക്കളെ ചുമ്മാതെ പാട്ട് എനിക്കൊക്കെ ഭയങ്കര വീക്കാ. മക്കളെ പാടണം. ഞാൻ ചുമ്മാ പറഞ്ഞു. നിന്റെ മദാലസ, ആ മദാലസ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പാടിയത്. ചുമ്മാ അങ്ങ് പാടിയത് അല്ലേ? അറിഞ്ഞില്ല ഒന്ന്. സ്വപ്ന മദാലസ. നിന്റെ ഈ അടപ്പിൽ ആ മദാലസയ്ക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു. സൂപ്പർ. വിശ്വമോഹിനി പോട്ടെ. ശരി മക്കളെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ശ്രീധർ ഷൂട്ടാ എന്തോ സാർ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി സൂചിപ്പിച്ചു എല്ലാ പ്രശ്നങ്ങളും. ഇനി അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും പാട്ട് നന്നായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. ഉഗ്രനായിരുന്നു. നല്ല സെലക്ഷൻ. വോയിസിന് ഇത്ര സ്ട്രെയിൻ ഉണ്ടോ ഇന്ന്? അടച്ചിട്ട്. അതെ തോന്നി. പല സ്ഥലത്തും ആ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പാടിയപ്പോൾ കേട്ടോ. പ്രത്യേകിച്ച് ഹൈ പിച്ച് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം. പിന്നെ ചില സംഗതികളൊക്കെ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാനുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ രണ്ടാളും പാടിയ പാട്ട് പാടിയേ. ഏത്? ആര് രണ്ടാളും? നിങ്ങൾ രണ്ടാളും, മധു സാറും. മാനത്തെ ആണോ? മണിച്ചിത്തത്തെ നീ ഇവിടെ പാടിയത്? പാടി, എനിക്ക് പാടി നീ. സന്തോഷായി ചക്കരെ. ഒരു 2 വരി പാടിക്കേ. മാനത്തെ മണിച്ചിത്തത്തെ മണിവളക്കിലുങ്ങണതെന്താണ്? സൂര്യനും പിരിശപ്പെടും ഹിലാലിൻ സുറുമക്കണ്ണിണകളിൽ എന്താണ്? കിസ്സ പറഞ്ഞൊരു കടികിളി മോളെ, നല്ല കിസ്സ പാടി പറക്കടി മയിലാളെ, നല്ല കിസ് പാടി പറത്തടി മയിലാളെ. മാനത്തെ മണിച്ചിത്തത്തെ ലെല്ലേലേ മണിവളക്കിലുങ്ങണതെന്താണ്? സൂര്യന് പിരിശപ്പെടും ഹിലാലിൻ സുറുമക്കണ്ണെഴുതിയ എന്താണ്? കിസ പറഞ്ഞൊരു കടിക്കിളി മോളെ, നല്ല കെസ് പാടി പറത്തടി മയിലാളെ, നല്ല കെസ് പാടി പറത്തടി മയിലാളെ.
ശ്രീധർ പൂക്കുറ്റിയും ടാറ്റ. കുസൃതിക്കൂട്ടിലെ കുറുമ്പിക്കുട്ടി നമ്മുടെ സ്വന്തം താര. വെൽക്കം താരക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ എന്റെ ദൈവമേ. ഗോൾഡൻ താര. എന്ത് രസം ഇതിനെ കാണാൻ. ആഹാ മക്കളെ ബ്യൂട്ടിഫുൾ മുത്തേ. സൂപ്പർ സൂപ്പർ മക്കളെ. സുന്ദരി. സുന്ദരി എന്നൊന്നും പറഞ്ഞാ പോരാ. അതെ. അതുക്കും മേലെ. ഈ അതുക്കും മേലെ. അതുക്കും മേലെ. അതുക്കും മേലെ. ഓ എന്തത്. മറ്റേ കാറ്റുമേലെ അതില്ല ആ പാട്ട്. കാറ്റുമേലെ. മോളെ ഇതാരാ ഒരുക്കിയ മോളെ? ഇത് ഒരുക്കിയതൊന്നും അല്ല. ഒരുക്കിയതല്ല ഇത്. ഇതിങ്ങനെ അത് ശരിക്കും ഇങ്ങനെ ഒരുക്കണ്ട. ഉറക്കത്തുനിന്ന് എണീക്കുമ്പോഴേ ഇങ്ങനെ തന്നെയാ. ഇത് റീമി ടോമി ആൻറ്റി അല്ലേ? ആ. എല്ലാരും അല്ലേ കണ്ണിന് വ്യത്യാസം തോന്നുന്നു. ഇതുപോലെയാണോ ടി വി കണ്ടിരുന്ന? ഇങ്ങനെയായിരുന്നോ? അടുത്ത് കണ്ടപ്പോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? മനോരമ. ആ കറക്റ്റ്. എന്താ മനോരമയല്ല മോളെ, മനോരമ. മനോരമ. അതിൽ കണ്ടല്ലേ? അതുപോലെയാണോ ഇപ്പൊ ഇരിക്കുന്നേ? ആ അതുപോലെയൊക്കെ തന്നെ അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പാവക്കുട്ടിയാന്ന. ഇത് മനുഷ്യക്കുട്ടിയല്ല, ഇത് ഡോളാ. അയ്യോ അല്ലല്ല Barbie girl. ജീവനുണ്ട് അതിന്. ജീവനുണ്ടോ? മകളെ കൈയൊക്കെ ഒന്ന് അനേ കാണിക്ക്. പാവയാന്നാ ഒന്ന് പറയുന്നത്. ചെറിയ ഡാൻസ് കാണിച്ചാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒരു ഡാൻസ്. അയ്യോ അധികം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. എനിക്ക് എനിക്ക് റിമി ടോമി. റിമി ഇതാണ് ഇന്നലെ ഇവാൻ കുട്ടൻ വന്ന് പറഞ്ഞ താര. ആ അതാണ് ഈ ഇവിടുത്തെ താരം. ഞാൻ ഇങ്ങനെ സ്റ്റേജില് ഹവായി എന്നൊക്കെ പാടുവേ. അപ്പൊ എനിക്ക് ഇതേപോലെ ഒരു ഗോൾഡൻ ഗൗൺ കിട്ടിയാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഈ പാട്ട് കഴിയുമ്പോ എനിക്ക് തന്നു വിടുവോ ഈ ഉടുപ്പ്? അയ്യോ വെരി സോറി. അതെവിടാ ഞാൻ കയ്യിലിടാനോ? ചോദിക്കാനിരിക്കായിരുന്നു. കാരണം ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. ആണ്. ഈ ഉടുപ്പല്ലേ? കാരണം എനിക്ക് ഈ ഇത് ഉടുപ്പ് പക്ഷെ പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ്, ആണുങ്ങളുടെ ഡ്രസ്സല്ല. അല്ല ഞാൻ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ അടിച്ചരാം. അല്ല എം ജി രാത്രി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് കിടന്നുറങ്ങണേ. ആന്റീന് ഈ ഡ്രസ് ഞാൻ തരാം. ഈ ഡ്രസ് മോളെ മക്കളെ എം ജി അങ്കിള് രാത്രി ആ, ഇതേ dress ആ, അതുപോലത്തെ കിടന്നുറങ്ങുന്നത് dress ആ. നൈറ്റിയിലാണ്. ഗോൾഡൻ നൈറ്റിലാണ്. അത് രസമാണ് കാണാൻ. ഹെയർ സ്റ്റൈൽ ഒന്ന് ഓർത്തൊക്കെ എം ജി ഒക്കെ ഉറങ്ങുന്നേ. ആ രസം കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. നന്നായിരിക്കും അല്ലേ മോളെ? അയ്യേ അത് വേണ്ട. വേണ്ട. താരക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ഈ പാട്ട് ഒന്നും കൂടെ നോക്കി. ഈ പാട്ട് ഈ കുഞ്ഞു പാടുവോ? എന്നാ കേട്ടോ അത് കേട്ടോ. അത് റിമി അവൾ ഈ പറയുമ്പോ ഒക്കെ റിമി. ഇങ്ങനെ തമാശ പാട്ട് തുടങ്ങി കഴിഞ്ഞാല് റിമി ഇപ്പൊ കേട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ. നമ്മളെല്ലാരും രസിച്ചു. ആ. ഇനി അവള് ഒരു നാഗവല്ലിയായിട്ട് മാറും. എന്നാ ശരി, എനിക്കൊന്ന് കാണണമല്ലോ. പാടാൻ നേരത്തെ ഒരാളുടെ ഒരു ചേഞ്ച്. വിശ്വസിക്കാൻ Yes, പറ്റാത്ത yes, ഒരു yes, പാടികളെ. മക്കളെ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദ ബെസ്റ്റ്. All the best. താങ്ക് യു താങ്ക് യു താരസുന്ദരി. താങ്ക് യു മദങ്ങളെ, താങ്ക് യു റിമി ടോമി ആന്റി. ചക്കര നന്നായി പാടണേ. എനിക്ക് കേൾക്കാൻ കൊതിയാവുന്നു.
മധുവിന്റെ കയ്യിൽ ഇരുന്നപ്പോ കൊന്നത്തെങ്ങിലൊക്കെ ഇരിക്കുന്നു. മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. മോക്ക് ദീർഘായുസും അല്ലേ? സത്യം. നല്ല ശബ്ദവും അതെ. നല്ല ഇനിയും നന്നായിട്ട് പാടാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. കാരണം മോള് ഒരു വലിയ നിലയിൽ എത്തണം. എത്തിയേ പറ്റൂ. എത്തും. അല്ല ഈ നോട്ട്സ് ഒക്കെ ഇതിന് എങ്ങനെ മനസ്സിലാവുന്ന അല്ല അതിന്റെ ഫുള്ള് അത് സ്കാൻ പക്കായിട്ട് അവള് പാടുന്ന കാണുമ്പോഴേ റിമി ഫോട്ടോ കോപ്പി അങ്ങനെ തന്നെ. ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒന്നിലാണോ പഠിക്കുന്നേ? ഒന്നി പഠിക്കുന്ന അല്ല, ഒന്നി പഠിക്കുമ്പോ റിമി എന്തായിരുന്നു ആലോചിച്ചാൽ മതി. റിമി എന്തായിരുന്നു ആലോചിച്ചാൽ കണ്ണാൻ തുമ്പി പാടും. എനിക്ക് എത്ര വയസ്സെന്നാ? 6 വയസ്സ്. 6 വയസ്സ്. 6 വയസ്സിൽ ഇങ്ങനെ ഒരു പാട്ട്. ഒറ്റ കാര്യമുള്ളൂ പറയാൻ, അണ്ടർലൈൻ ചെയ്ത് പറയാൻ. അതിശയം, അതിശയം, അതിശയം. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഞെട്ടിപ്പോയി മക്കളെ കേട്ടോ. അതെ, ഐ ലവ് യു സോ മച്ച്. ഞെട്ടിച്ചു കളഞ്ഞു. നമ്മൾ ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ അവിടെ നിന്ന് ഞങ്ങളുമാർ ഓടി വരുമോ? ഈ ആന്റി ഓടി വരുമോ? വെറുതെ അല്ല, തലയിലൊക്കെ അസാധ്യമായിട്ട് പാടി കേട്ടോ. തലയിൽ വരെ താരങ്ങൾ. അതെ, തലയിൽ വരെ താരങ്ങളാ. ദീർഘായുസായിട്ടിരിക്കും മക്കളെ. എല്ലാം നന്മയുണ്ടാവും. മോളെ പോണ്ടേ? ഓഹോ, അപ്പൊ എന്നെ വേണ്ടേ? നമ്മള് നമ്പർ തന്നിട്ടുണ്ട് എല്ലാവർക്കും. 1 2 3 4. അപ്പൊ അതനുസരിച്ച് വരും. വേണോ? വീട്ടിലോട്ട് മെസ്സേജ്. താരേന്നല്ലേ പേര്. അപ്പം തലയിൽ മുഴുവൻ ഗോൾഡ് താരങ്ങള്. ഇത്രയും മനോഹരമായിട്ട് പാടിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഞാൻ നോക്കുന്നതിന് അടുത്ത തവണ വരുമ്പോ ശരിക്കും തപ്പി ഒരു സ്പെഷ്യൽ ഈ പോക്കറ്റിൽ എന്തോ ഉള്ള പോലെ കെട്ട് കണക്കിന് ഇരിക്കുന്ന പോലെ ഒരു തട്ടിപ്പ് തോന്നി. അടുത്ത തവണ വരുമ്പോ മോക്ക് ഞാനൊരു ചെറിയ സമ്മാനം വാങ്ങിച്ചോണ്ട് തരും കേട്ടോ. ഈ പാട്ട് അസനായിട്ട് പാടിയത് ഞാൻ ഞെട്ടിച്ചു കളഞ്ഞു, അത്രേ ഉള്ളൂ. സോ ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4 സെമി ഫൈനൽസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികളും അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ കുറച്ച് ശബ്ദത്തിന് സ്ട്രെയിൻ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്നതാണ്. എന്തായാലും നമ്മളെല്ലാവരും ആകാംക്ഷാഭരിതരാണ്. കാരണം ആരാണ് ഇനി അടുത്ത ഫൈനൽസിലോട്ട് വരുന്നത്, എത്ര കുട്ടികളാണ്, ആരൊക്കെയാണ് എന്ന് ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികളും വളരെ ടെൻഷനായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആഗ്രഹപൂർവ്വം ആരൊക്കെയാണ്, ഞങ്ങളുണ്ടോ എന്നൊക്കെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. റിമി എൻജോയ് ചെയ്തു. ഒത്തിരി മോഹങ്ങൾ കതിരിട്ട ചെമ്പാവ് പാടത്ത് നിൽക്കുന്ന പോലെയുണ്ട്. എനിക്കറിയായിരുന്നു ഇത് നോർമൽ ഒരു റിയാലിറ്റി ഷോയുടെ രീതി അല്ലാത്തത് കൊണ്ടുകൂടിയാണ് ഈ ഷോ ഇത്രയും പോപ്പുലർ ആയത്. കാരണം അതിൽ വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേര്, അവർ ചിലവരാന്ന് വർത്താനം പറയുന്നതും കേൾക്കുന്നതും അവരെ കൊണ്ട് നിങ്ങളിങ്ങനെ മാക്സിമം അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ആ കുട്ടിത്തം, ആ സംസാരവും ആ നിഷ്കളങ്കത, അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെയാണ് ഇന്നാണ് ടെൻഷൻ പിടിച്ചിരിക്കുന്ന ടിവിയുടെ മുന്നിൽ ഇവർ ഇരിക്കാനുള്ള മെയിൻ കാരണം തന്നെ. അവർ പാടുന്നത് കേൾക്കുമ്പോഴും അവർ മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുന്നത്, മനസ്സിൽ തോന്നുന്ന വിളിച്ചു പറയാൻ നിങ്ങൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യവും അതാണ്. അല്ലെങ്കിൽ അവരോട് ഹേ മിണ്ടിപ്പോകരുത്, നീ കുഞ്ഞാണെന്നൊന്നും ഞാൻ ഓർക്കൂല എന്നൊന്നും പറഞ്ഞ്, പക്ഷെ നിങ്ങളിൽ നിന്ന് പണ്ട് അങ്ങനെ കേട്ടിട്ടുമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഖവും ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തതും ഈ ഷോ അല്ലേ ചേർത്തേട്ട. അപ്പൊ ആ ഒരു വാത്സല്യം നിങ്ങളുടെ ഉള്ളിലെ ആ അച്ഛനെ ആണ് എനിക്കിഷ്ടം എന്ന ആ ഒരു വാത്സല്യം നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന സ്ഥിരം ഗസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള രാഹുൽ രാജ്, പിന്നെ ബിന്നി ചേച്ചി, അനുരാധ ചേച്ചി, എം ചന്ദ്രൻ സാർ ആയിക്കോട്ടെ, അങ്ങനെ പണ്ട് തൊട്ടേ ഈ ഷോ ആക്കി ഒരുപാട് പേര് എല്ലാവരും കൂടെ ചേർന്നാണ്. ഒപ്പം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് മീനുക്കുട്ടി ഭയങ്കര രസമായിട്ട് പോകുന്നു. ഇനിയും ഒരുപാട് സീസൺസ് ഇങ്ങനെ പോട്ടെ. എനിക്ക് വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും ചിരിച്ചു മറിഞ്ഞ് ഒരു പാട്ട് പരിപാടി ജഡ്ജ്മെന്റിൽ ഇവര് എല്ലാവരും ചേർന്ന് സെമി ഫൈനലിലാണ് റിമി വന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റ് ആയ സമയത്താണ് റിമി വന്നത്. ഇങ്ങനെ സ്ട്രിക്റ്റ് ഇങ്ങനെ സെമി ഫൈനലാന്ന് അറിഞ്ഞിട്ട് ഒരുപക്ഷെ ഞാൻ വരികയില്ലായിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു അത് ടോപ്പ് സിംഗർ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇത്ര രസമായിരിക്കും. കാരണം സെമി ഫൈനൽ സാധാരണ നമ്മള് ഷഡ്ജം ഋഷഭം ഭയങ്കര ചിലപ്പോ കച്ചേരിയൊക്കെ ഇവിടെ നടത്തി കച്ചേരികൾ നടത്താം കുറച്ച് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ പിള്ളേർ ഇത്രയും തമാശയും കാര്യങ്ങളും ഒപ്പം തന്നെ ഇവരുടെ പാട്ട് ഭയങ്കര രസമാണ് കേൾക്കാൻ, വളരെ ക്ലാരിറ്റിയോടുകൂടി. ഞാൻ ശരിക്കും ഇവിടെ വരുന്നോടം വരെ ഞാൻ പറഞ്ഞല്ലോ 5-6 ടേക്കൊക്കെ എടുത്തിട്ടായിരിക്കും പാടുന്നതെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. അവർ ഇതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്ത് വെക്കും, പക്ഷെ ഒറ്റ ടേക്കിലായിരിക്കും അവർ പാടുന്നത്. ഇതിന്റെ ഫുൾ LED അടക്കം ഓഡിയോ എഞ്ചിനീയർക്ക് ഒരു സ്പെഷ്യൽ കൈഡി, ക്യാമറ, പ്രൊഡ്യൂസർ, ബാക്കി എൻ്റെ സോങ് ലിസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അടക്കം ഒരു കൈഡി അർഹിക്കുന്നു. ഓർക്കസ്ട്ര ഗംഭീര കൈഡി അർഹിക്കുന്നു. നമ്മുടെ ഗ്രൂമേഴ്സ്. അതെ,
സൂപ്പർ, താങ്ക് യു. 10 കണ്ടസ്റ്റൻസ് ഉണ്ട്. അതിൽ ആരായിരിക്കും ഇനി അടുത്ത ഫൈനൽസിലോട്ട് വരുന്നു എന്നുള്ളത് ഒരു വിഷമമേറിയ ഒരു പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ നമുക്കൊരു വിജയിയെ കണ്ടെത്തിയേ മതിയാവും. അതാണല്ലോ അതിൻ്റെ ഒരു തത്വം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു 3-4 പേര് അടുത്ത ഫിനാലയിലേക്ക്, അതായത് ഗ്രാൻഡ് ഫിനാലയിൽ കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾ പാടിയതുപോലെ തന്നെ നമ്മൾ മാർക്സും തന്നിട്ടുണ്ട് അല്ലേ? ആരാണ് ഇനി മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെടുന്നത്? പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പോലെ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങളുടെ മാർക്സൊക്കെ നമ്മൾ ഇതിൻ്റെ വേണ്ടപ്പെട്ട മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ക്രോസ് യുവർ ഫിംഗേഴ്സ്. നിങ്ങളുടെ ആ ടെൻഷൻ വി ആർ ഗോയിങ് ടു റിലീസ് ഇറ്റ്. ഇവരൊക്കെയാണ് മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുന്നത്. അതെ, നിങ്ങൾ 10 പേരും ഒരുമിച്ച് മത്സരിക്കുകയാണ്. ഇതിനകത്ത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു കൺസിഡറേഷൻ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 കുട്ടികളെ അവർക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ചെയ്യാത്തത് ഇവിടം വരെ എത്തിയിട്ട് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം ആ കുട്ടികൾക്കുണ്ടാവേണ്ട. 1. 2, അച്ഛനമ്മമാർ, അവരുടെ ബന്ധുക്കൾ, പിന്നെ അവരെ ആരാധിക്കുന്ന ഒരു പറ്റം ജനങ്ങൾ, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ 10 പേരെയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ കൂടെ കൂട്ടുന്നത് ഫോർ ദ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. കൃഷ്ണ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അതുപോലെ ദേവനന്ദ, സനിക 2-ാം സ്ഥാനത്ത് 197. ശ്രീദർശ് 1.5 മാർക്കിൻ്റെ വ്യത്യാസം, 196.5. നമ്മുടെ അബിൻ 196, നിവേദ്യം 196, മെറിലും നക്ഷത്രയും 195.5, ആര്യ 194 ആൻഡ് ദ്രൗപദി 193.5. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? പറയൂ. നിങ്ങൾ ആര് ശ്രമിച്ചാലും നിങ്ങൾക്ക് മുമ്പിൽ വരാം. ആരാണ് ഇതിൻ്റെ വിജയി എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാവരും, അല്ലേ? അതെ, തീർച്ചയായിട്ടും അണ്ണാ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന 10 പേരും വിജയികളാണ്. സത്യം, നിങ്ങൾ ഫിനാലയിൽ കയറിയില്ലേ, അത് തന്നെ വിജയം. പിന്നെ മക്കളെ, ഞാനൊരു കാര്യം പറയാണ്, താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമാണിത്. നല്ല രീതിയിൽ ചുമ്മാ തമാശ കളിച്ചും ഗെയിം കളിച്ചും കളയാതെ സീരിയസ് ആയിട്ട് പാട്ട് പഠിച്ച് ഇത് വിൻ ചെയ്യാൻ നോക്കുക. എല്ലാവരും നിങ്ങളെല്ലാം നിങ്ങളുടെ എയിമെന്ന ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആ ഒരു വിന്നർ ആകുക എന്നുള്ളതായിരിക്കും. 1-ാം സ്ഥാനമാണ് നിങ്ങളുടെ ലക്ഷ്യം. ആർക്ക് വേണേ വരാൻ സാധിക്കും. അബിൻ കഴിഞ്ഞ പ്രാവശ്യം 1-ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നോക്കൂ. കൃഷ്ണ, കൂടെ നിന്ന കൃഷ്ണ അവിടെ തന്നെ നിൽക്കുകയാണ്. സനിക എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെത്തി നിൽക്കുന്നു. ദ്രൗപു ശ്രദ്ധിക്കണം, നല്ല പാട്ടുകാരിയാണ്, ഏറ്റവും ലോവസ്റ്റാണ്. വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-ാം സ്ഥാനത്തെത്താം. ശ്രീദർശ്, കളിതമാശ കളയണം. നിന്റെ മറ്റേലിട്ട് കുത്തുന്ന സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അത് വേണം, ഞാൻ വാങ്ങിച്ചോളാം. ആര്യ മിടുക്കനാണ്, പാട്ട് ശ്രദ്ധിക്കുക. ആര്യയ്ക്ക് ഒരു ഭയങ്കര ഭാഗ്യമുണ്ട് കേട്ടോ. കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു എലിമിനേഷനിൽ ആര്യ ഏകദേശം ബ്രിമ്മിൽ വന്നതാണ്. എങ്ങനോ ആര്യ അകത്ത് വന്നു. മെറിൽ അതുപോലെ തന്നെ നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. അത് ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് മുമ്പോട്ട് വരിക. സനിക, അതുപോലെ തന്നെ ദ്രൗപദി, നക്ഷത്ര, നിവേദ്യയോട് ഇനി പ്രത്യേകിച്ച് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, സംശയം മാറ്റി വയ്ക്കുക. വെച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പാടുക. തെറ്റിയാൽ തെറ്റട്ടെ മോളെ, ഫിനാലെ ആണെന്ന് പറഞ്ഞിട്ട് വോയിസ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ കുഴപ്പമായിട്ട് വരും, നെഗറ്റീവ്. അതുകൊണ്ട് ടേക്ക് ഇറ്റ് ഈസി. ദേവനന്ദ, നന്നായിട്ട് പാടണം കേട്ടോ. കാരണം നിങ്ങളെല്ലാം ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം, അല്ലാതെ വേറൊന്നുമല്ല. ഈ 10 പേരെയും വീണ്ടും ഞങ്ങൾ ഫൈനൽസിലോട്ട് കൊണ്ടുപോയത് ഫ്ലവേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു എന്താണ് പറയുന്നത്, അവരുടെ ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സിന്ധുവിൻ്റെയും ഒരു സ്നേഹമാണ് 100% നിങ്ങളെ ഫൈനൽസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തൊരു തീരുമാനം. അപ്പോൾ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം, അത്രേ ഉള്ളൂ. എക്സ്ക്യൂസുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല മക്കളെ, ഉള്ള കാര്യം, ടു ബി വെരി ഫ്രാങ്ക്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഗ്രാൻഡ് ഫിനാലയിൽ ഞങ്ങൾ കമൻസ് ഒന്നും പറയില്ല കേട്ടോ, മാർക്കും പറയത്തില്ല. നിങ്ങൾക്ക് പാടിയിട്ട് പോവാം. ഇനി തിരുത്താൻ ഞങ്ങളില്ല. കാരണം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി
ശരത്തായാലും മധു ആയാലും ബിന്നി ആയാലും അനുരാധയായാലും ഈ സീസണിൽ ഇരുന്ന് ആരൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം റിമി പോലും നിങ്ങൾക്ക് തരേണ്ട എല്ലാ അഡ്വൈസും തന്നു, പഠിപ്പിക്കേണ്ട എല്ലാം പഠിപ്പിച്ചു. നമ്മുടെ ഗ്രൂമേഴ്സ് അതിലേറെ ഞങ്ങളെക്കാട്ടിൽ ഒരുപാട് പരിശ്രമിച്ച അവരാണ്. അപ്പം അവർക്കൊരു നന്ദി പറയുന്നു. ഇനിയിപ്പം ഞങ്ങൾ കഴിഞ്ഞു, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇനി നിങ്ങൾ നന്നായിട്ട് പാടുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സെപ്റ്റംബർ 15 ആരായിരിക്കും 1-ാം സ്ഥാനത്തെത്തുന്നത്? ആരായിരിക്കും ആ കിരീടാവകാശി? ആര് ചൂടും ആ കിരീടം? അപ്പോ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയുന്ന പോലെ തന്നെ, പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഈ പറയുന്ന ജഡ്ജസ് ആയാലും നമ്മളൊക്കെ, നമുക്ക് ആർക്കും ഒരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊന്നും വെക്കാൻ പറ്റത്തില്ല ഇവർക്ക് കിട്ടും ഇവർക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആരായിരിക്കും ഫസ്റ്റ് പ്രൈസ്. പക്ഷെ ഫസ്റ്റ് പ്രൈസ് ആണോ ഇതിന്റെ ഒരു ഭയങ്കര, എല്ലാരും ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയാണോ മത്സരിക്കേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും 1-ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. എങ്കിലും ഈ ഒരു വേദിയിൽ ഒരു പാട്ട് പാടാൻ കിട്ടുന്നത് പോലും വലിയ ഒരു ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. അതെ, ഉറപ്പായിട്ടും. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ. കാരണം ഈ 10 പേരും, എനിക്കൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഇതിന് ഇത്രയും ഫിനാലെ, ഇങ്ങനെ സെമി ഫൈനൽ വരെ എത്തിയിട്ട് ആരെങ്കിലും പോകേണ്ടി വരുമോ ഈ സമയത്ത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ 10 പേരുമായിട്ട് നമ്മൾ ഫിനാലെ, മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോവാണ്. ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര കൂടുതലില്ലേ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് റിമി ചേച്ചിക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ. ഈ സെമി ഫൈനലിൽ ഞങ്ങളുടെ കൂടെ വന്ന് എന്നെ ക്ഷണിച്ചതിന് എല്ലാവർക്കും താങ്ക്സ്. എസ്പെഷ്യലി സിന്ധു, താങ്ക് യു സോ മച്ച്. ഒപ്പം എനിക്ക് ഇത്ര രസകരമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും പറ്റിയത് ഇവര് വർഷങ്ങളായിട്ട് അറിയുന്ന എൻ്റെ സ്വന്തം ചേട്ടന്മാരാണ്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഉണ്ടല്ലോ, അറിയാണ്ട് നമുക്ക് എന്തും പറയാനും ചിരിക്കാനും സംസാരിക്കാനും. മറ്റേ പെട്ടെന്ന് ഒരാളെ കാണുവാണെങ്കിൽ നമ്മളിപ്പം ഹലോ ഇങ്ങനെയൊക്കെ നിന്ന് പോകും, പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ തനിനിറ ഇറക്കുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് തനിനിറ ഇറക്കുള്ളൂ. ഇവിടെ അത് പറ്റില്ല, ഇവർക്ക് ഓൾറെഡി തനിനിറം അറിയാം. അതാ പറഞ്ഞത്, മാത്രമേ അറിയാവൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും അടിച്ചു പൊളിക്കുക. ഓൾ ദ ബെസ്റ്റ്. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി. എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കി. നിറമേഴും വിരിയും പോൽ കണിയായണിഞ്ഞൊരുങ്ങി വന്ന പൊൻതിലമ്പു നീ. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി. എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കിളി. കാണാൻ കൊതിക്കുന്ന മാത്രയിൽ എന്റെ കണ്ണിൽ തിളങ്ങുന്നു നിൻമുഖം. കാലങ്ങളീ പുഷ്പവീഥിയിൽ മലർത്താലങ്ങൾ ഏന്തുന്നു പിന്നെയും. കൂടറിയാതിൻ ജീവനിലേതോ കുയിലണയുന്നു, തേൻ ചൊരിയുന്നു, ഇണയുടെ ചിറകിനു തണലിനി നീ മാത്രം. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ,
ഗ്രാമസന്ധ്യകൾ വന്നുവോ, നിറം പോരാതെ നിന്നോട് ചേർന്നുവോ. ഗന്ധർവദാഹങ്ങൾ വന്നു നിൻ പ്രേമ ഹിന്ദോളം കാതോർത്തു നിന്നുവോ. സാഗരഗീതം ജീവിതമോഹം പിറവിയിലിനിയൊരു തുണയതു നീ മാത്രം. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞുവോ, തെളിഞ്ഞുവോ വിണ്ണിലമ്പിളി. എന്റെ മോഹജാലകങ്ങൾ നീ തുറന്നുവോ, ഉണർന്നുവോ പാതിരാക്കി. നിറമേഴും വിരിയും പോൽ കണിയായണിഞ്ഞൊരുങ്ങി വന്ന പൊൻതിടമ്പു നീ. ലാല 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 ലാല. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന പോലെ, ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സെമി ഫൈനൽ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന നമ്മുടെ ഫിനാലെയാണ്, മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ 15-ാം തീയതി. അപ്പൊ എന്തായാലും ഇന്ന് തൽക്കാലത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.